32 വർഷം കഴിഞ്ഞിട്ട് ആന്റിക് അല്ലാന്ന് പറഞ്ഞില്ലേ? ഒരിക്കലല്ല. ഇപ്പോൾ സ്റ്റിൽ തുളുപ്പി നിൽക്കുന്ന ഒരു ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരിയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്റ്റിൽ ഫ്രഷ് ആയി ഇവരുടെ റൊമാൻറ്റിക് ലൈഫില് നമ്മൾ ചെറിയൊരു പാർട്ട് കാണാൻ പോവാണ്. ഓക്കെ, അപ്പം മറ്റേ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇത് യങ് ലവ് കപ്പിൾസ്. ഓക്കെ, 3, 2, 1 go. It's late in the evening. She's wondering what clothes to wear. She puts on her makeup and brushes her short black hair. And then she'll ask me, do I look alright? And I say yes, you look wonderful tonight. Romance മതിയോ? അയ്യോ, still you guys look like young couples. അത് ആ ഒരു വൈബ് എനർജി എങ്ങനെ? അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഞങ്ങൾ പരിചയപ്പെടുന്നത് ഫ്രണ്ട്സ് ആയിട്ടാണ്. അന്നത്തെ കോളേജ് ടൈമിൽ ഞങ്ങൾ കോമ്പറ്റീഷൻസിന് ഇന്റർ യൂണിവേഴ്സിറ്റി ഈ സോൺ ചില മറ്റേ PSG ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്യൂട്ട് എന്തായിരുന്നു അറിയോ? അപ്പോൾ വിക്ടോറിയ കോളേജിലാണ് എല്ലാ ബ്രദേഴ്സും എല്ലാ സിസ്റ്റേഴ്സും കുറേ സിസ്റ്റേഴ്സ് മേഴ്സിയിലുണ്ടാവും. അപ്പോൾ ട്രാവൽ ചെയ്യുന്നൊക്കെ ഒപ്പമായിരിക്കും. അപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ സിസ്റ്റേഴ്സിന്റെ ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പൊ ഈ ബ്രദേഴ്സിനൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പൊ ഈ എല്ലാവരും നോക്കാൻ പറയുമ്പോൾ കൂടുതൽ ഇവരെയൊക്കെ നോക്കാൻ പറയും. അങ്ങനെ അന്ന് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. ഇന്നും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. അത് ആക്ച്വലി ഇപ്പൊ എന്റെ അച്ഛനും ഞാനും തമ്മിൽ 21 ഇയേഴ്സിന് വ്യത്യാസമുള്ളൂ. ബിക്കോസ് അച്ഛൻ വളരെ കൊച്ചായിരിക്കുമ്പോഴാണ്. അമ്മയും ഞാനും തമ്മിൽ 18 ഇയേഴ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി എനിക്ക് തോന്നുന്നത് വി ആർ ഓൾ ഫ്രണ്ട്സ്. അപ്പൊ ഈ വീട്ടിൽ ഇപ്പൊ ഈ നടക്കുന്ന എന്താ പറയുക, വീട് നോക്കുന്ന കാര്യമാണെങ്കിലും മാരേജസ് ആണെങ്കിലും ഡാൻസസ് ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും വി ആർ ഓൾ ഫ്രണ്ട്സ്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു യൂത്തിനെ അല്ലെങ്കിൽ ആന്റിക് ആക്കാതെ നമ്മളെ ചെറുപ്പമാക്കി വെക്കേണ്ടത്. അതെ, ആ ഒരു ഫ്രഷ്നെസ് അല്ലേ. 2 അതിഥികൾ കൂടെ നമുക്കുണ്ട്. അച്ഛനമ്മ വരൂ. ഇത് എൻ്റെ അച്ഛൻ ഡോക്ടർ ഹെബ്ബാർ, അത് പത്മിനി ഹെബ്ബാർ. എന്താണ് ചോദിക്കേണ്ടത് പെട്ടെന്ന് ചോദിച്ചോളൂ, കാരണം പേഷ്യൻസ് വെയിറ്റിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ, നമ്മൾ ആക്ച്വലി ഇത്രയും ഒരു പഴക്കം ചെന്ന ഒരു വീട് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഈ ഒരു വീടിന്റെ ആ ഒരു തുടക്ക സ്റ്റേജിനെ പറ്റിയിട്ട് അച്ഛന് ഓർമ്മയുള്ള കാര്യങ്ങൾ. ഞാൻ ഓർമ്മ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചത് ഈ വീട്ടിലാണ്. സോ ഐ കനോട്ട് ടെൽ ഹൗ ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ്. എൻ്റെ അച്ഛൻ ഇത് കെട്ടിയത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ്. അന്ന് സിമെൻറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മണ്ണും ചുണ്ണാമ്പും. ദറ്റ് ഈസ് മഡ് ആൻഡ് ലൈം പ്ലാസ്റ്റർ. സോ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി, ആൻഡ് ദിസ് വാസ് ബിൽറ്റ് ഇൻ 1 year, ദ ഹോൾ ബിൽഡിംഗ്. ഇത് ആക്ച്വലി ഒരു സ്ലോപ്പായിരുന്നു. ഇങ്ങനെ അതിനെ ലെവൽ ആക്കിയിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ആക്കിയിട്ട്. സോ യു ക്യാൻ സീ ഈവൻ ദ ഹൗസ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ഒരു 2 ലെവലിലാണ് ചെയ്തിരിക്കുന്നത്.